ഒരു സ്ത്രീയെ ഗർഭിണിയായാൽ സ്വാഭാവികമായും ഗർഭിണികൾക്ക് ആഗ്രഹങ്ങളുണ്ടാവുക സ്വാഭാവികമാണ്. ഇവിടെ ജൈമിനി തൻ്റെ പൂർവമീമാംസ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് ഗർഭിണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുതെന്ന്. നമ്മളൊക്കെ സാധാരണഗതിയിൽ ചെയ്യുന്ന എന്താണ്? ഗർഭിണികളുടെ ആഗ്രഹം ആഗ്രഹം പ്രകടിപ്പിച്ചാൽ അത് സാധിച്ചു കൊടുക്കണം, ഇല്ലെങ്കിൽ എന്തോ വലിയ കൊടിയ പാപമാണ് അല്ലെങ്കിൽ ദോഷമാണ് എന്ന മട്ടിലാണ് നമ്മളൊക്കെ ചിന്തിക്കുന്നത്. പക്ഷേ ജൈമിനി പറയുന്നത് ഗർഭിണിയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കരുത്. കാരണം അത് ഗർഭിണിയുടെ ആഗ്രഹമല്ല, ഗർഭസ്ഥ ശിശുവിൻ്റെ ആഗ്രഹമാണ്. അത് അമ്മയിലൂടെ പ്രകടമാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ ഏറ്റവും ദുഃഖം, സർവ ദുഃഖത്തിനും കാരണം എന്താണ്? ആഗ്രഹമാണ്. ആ ആഗ്രഹത്തെ ജൈമിനി പറയുന്നത് ഗർഭത്തിൽ വെച്ച് തന്നെ അടക്കണമെന്നാണ്. ഗർഭിണി ഒരു പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചു കൊടുത്തില്ല, 2 പ്രാവശ്യം ആഗ്രഹം പ്രകടിപ്പിച്ചു കൊടുത്തില്ല, വീണ്ടും ആഗ്രഹം പ്രകടിപ്പിച്ചു കൊടുത്തില്ല, സ്വാഭാവികമായും ഈ ആഗ്രഹം ഉള്ളിൽ അടങ്ങും. അപ്പോൾ അങ്ങനെ ഉള്ളിലടക്കി ജീവിക്കാൻ കഴിയുക ആധുനിക സമൂഹത്തിൽ കുട്ടികളിൽ നമുക്കെല്ലാവർക്കും അറിയാവുന്ന ചില കാര്യങ്ങൾ ഇവിടെ കുട്ടികൾ പ്രകടിപ്പിക്കുന്ന ആഗ്രഹം സാധിച്ചു കൊടുത്തില്ലെങ്കിൽ, നിവർത്തിച്ചു കൊടുത്തില്ലെങ്കിൽ അവരൊന്നുകിൽ വിഷം കഴിക്കുന്നു, അല്ലെങ്കിൽ ട്രെയിനിന് തലവയ്ക്കുന്നു, അല്ലെങ്കിൽ തൂങ്ങിച്ചാകുന്നു. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്, പ്രത്യേകിച്ച് മാതാപിതാക്കൾ, ഇവൻ്റെ ആഗ്രഹം അടയ്ക്കേണ്ടിടത്ത് വെച്ച് തന്നെ അടക്കിയാൽ ഈ ഒരു ഗതികേട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടാവില്ല. നമ്മുടെ പൂർവികർ ശരിക്കും അപ്ലൈഡ് സയൻറ്റിസ്റ്റുകളായിരുന്നു എന്ന കാര്യം നമ്മൾ മറക്കാതിരിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്.